എൻ്റെ പൊന്നുമോന് അഭിമാനമാണ്. ഒരുപാട് സന്തോഷമായി. ഒരു ജീവൻ രക്ഷിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളേ. അതിൽ വലിയ പേരെൻ്റെ മോനിനി കിട്ടാനില്ല. ഞാൻ ഒത്തിരിയും തവണ ചോദിച്ചു ഇത് എങ്ങനെ പിടിച്ച്. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഏട്ടന് ഈ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ടോ, ഇതാണ് ആ ദൈവത്തിൻ്റെ കരങ്ങൾ. വെറും പാവപ്പെട്ട വീട്ടിൽ ജീവിക്കുക, ഒരു സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ഇദ്ദേഹത്തിന്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ വ്യക്തി മറ്റൊരാളുടെ ജീവൻ തിരിച്ചു കൊടുപ്പോൾ ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം വേണ്ടേ? മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മഞ്ജു വാര്യരെയൊക്കെ കാണണമെന്ന് നമുക്ക് ആഗ്രഹം വരത്തില്ലേ? അതേപോലെ എനിക്ക് ആഗ്രഹം തോന്നി അവരെ ആരെയും കാണണമെന്നില്ല. ബിജിത്ത് ലാലിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് വാടകയ്ക്കാണ് ഈ പാവപ്പെട്ടവൻ താമസിക്കുന്നത്. ഇത് അമ്മയുടെ പേര് ലളിത, ഇത് എൻ്റെ വൈഫ് രേഷ്മ, ഇത് മോന് അഥർവ്, ഇത് മോള് അനാമിക. നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടു നമ്മുടെ വൈറൽ കണ്ടക്ടർ ചേട്ടൻ്റെ ആ ഒരു സന്തോഷം നിറഞ്ഞ വാർത്ത. അങ്ങനെ ആ വൈറൽ കണ്ടക്ടർ ചേട്ടനായ ബിലുവിൻ്റെ വീട് തിരക്കിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. സ്ഥലം എന്ന് പറഞ്ഞാൽ ശാസ്താംകോട്ടയ്ക്കടുത്ത് തോപ്പിൽമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിലു ഇവിടെ വാടകയ്ക്ക് താമസിക്കണം. ഒരുപാട് വർഷം കൊണ്ട് ഇവിടെയാണോ? അല്ല, ഞാനൊരു 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞല്ലേ? സ്വന്തം സ്ഥലം മണ്ഡലത്തിനടുത്ത് കിടപ്പുറം എന്ന് പറയും. അവിടെ വീട് വെക്കാനൊക്കെ പാടാണ്. ഒരുപാട് വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേലിയേറ്റവും വലിയറൊക്കെ ഉള്ള സ്ഥലമാണ്. കായലുവാരമാണ്. ഇപ്പോൾ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ അവിടെ നിന്ന് താമസിക്കാൻ പറ്റാത്ത വിധത്തിന് അങ്ങനെ വാടകയ്ക്ക് അങ്ങനെ താമസിക്കുന്നത്. സ്വന്തമായിട്ട് വീടൊക്കെ വെക്കണ്ടേ? സ്വന്തമായിട്ട് വീട് വെക്കണം. പിന്നെ ഞങ്ങളൊരു ഈ പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുത്ത് അതിനകത്ത് നമുക്ക് ഇത് വന്നായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൻ്റെ വീടും വസ്തുവിനകത്ത് അപേക്ഷയ്ക്കകത്ത് നമ്മളെ പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് പിന്നീട് നമുക്കൊന്നും അറിയാമില്ല. നമ്മൾ നോക്കിയപ്പോൾ നമ്മളെ അതിനകത്ത് പരിഗണിച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. ഇപ്പം കിട്ടുമെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ചെയ്യാത്ത ജോലിയില്ല. ഇല്ല, ഇഷ്ടം പോലെ എല്ലാ പണികളും ചെയ്തിട്ടുണ്ട്. ആ ഒരു മനസ്സാണ് ഈ ഒരു ജീവൻ രക്ഷിക്കാൻ. നമ്മളൊന്ന് കണ്ടു നോക്കണം. ആ വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സ് ഇപ്പോഴും പലരും അത്ഭുതത്തോടു കൂടിയാണ് ആ വീഡിയോ കാണുന്നത്. എങ്ങനെ ഇങ്ങനെ കാണാതെ കയറി ആ പിടിച്ചു ഒരു 1.5 പിടുത്തം തന്നെ. അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് വിത്തിൻ സെക്കൻഡ് ആ ഒരു റിയാക്ഷൻ ഗണേഷ് കുമാർ സാറ് പറഞ്ഞ കണക്ക് ഒരു മനുഷ്യനെടുക്കാവുന്ന ആ ഒരു റിയാക്ഷൻ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ തലച്ചോറിനും മനസ്സിനും ഒരേ രീതിയിൽ വന്നു. അത് നോക്കാൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് ആ ഒരു പിടുത്തവും വീണു. രജനീകാന്താണോ മുരളിയാണോ അങ്ങനെ കുറേ സ്പൈഡർമാനാണോ അങ്ങനെയൊക്കെയുള്ള കുറേ കമന്റുകൾ, നല്ല കമന്റുകൾ, അതെല്ലാം സന്തോഷം, അതിയായ സന്തോഷം. ജീവിതത്തിൽ നമുക്ക് കിട്ടാൻ ഏറ്റവും വലിയ അംഗീകാരം നമുക്ക് കിട്ടാൻ പണമോ സമ്പത്തോ ഒന്നുമല്ല. അതാണ് മനുഷ്യരുടെ സ്നേഹമാണ് ഏറ്റവും വലുത്. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെ ജനങ്ങളെ അറിയപ്പെട്ടു തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയുന്നുണ്ട്. എവിടെ പോയാലും തിരിച്ചറിയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളായാലും അവിടുന്ന് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. മോനെ എനിക്ക് അങ്ങ് ഭയങ്കര സന്തോഷം. ആദ്യം അറിഞ്ഞപ്പോൾ ഞാനങ്ങ് വിഷമിച്ച് എന്തായിരിക്കും വണ്ടി സംഭവിച്ചതെന്നുള്ളത്. തോപ്പിമുക്കിലെ ബേക്കറിലെ മോൻ എന്നെ കാണിച്ച് അപ്പോഴാണ് എനിക്കങ്ങ് സന്തോഷം കൊണ്ടുപോയി. പിന്നെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന് മോനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് എൻ്റെ മോനെ ഈശ്വരൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ മഹാദേവാ. എൻ്റെ അമ്മേ ഒരുപാട് സന്തോഷമായി. ഒരു ജീവൻ രക്ഷിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളേ. അതിൽ വലിയ പേരെൻ്റെ മോനിനി കിട്ടാനില്ല. എൻ്റെ പൊന്നുമോന് അഭിമാനമാണ്. എല്ലാവരും വിളിക്കുന്നുണ്ട്. അതറിയുന്നത് കൊണ്ട് അത്രയും സന്തോഷം എൻ്റെ ഉള്ളിൽ. ഇത്രയും പേര് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. മോൻ പോലും അറിഞ്ഞില്ല. മോൻ തിരിഞ്ഞു നോക്കാതെ പിടിക്കുന്ന പിടുത്തം എന്ന് വന്ന് കാണിച്ചപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അറിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് രജനീകാന്ത് സ്റ്റൈലാണെന്ന് പിടിച്ചു. രജനീകാന്ത് സ്റ്റൈൽ കാണിക്കുവാന്ന് ചോദിച്ചു. അത് പെട്ടെന്ന് എങ്ങനെ ഞാൻ ഒത്തിരിയും തവണ ചോദിച്ചു ഇത് എങ്ങനെ പിടിച്ച്. ഇത് പോകുന്നത് ഇയാൾ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ, പിന്നെ ഇത് എങ്ങനെ പിടിച്ച്. ഭയങ്കര അതിശയമായിരുന്നു. എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഏട്ടന് ഈ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ കണ്ടോ, ഇതാണ് ആ ദൈവത്തിൻ്റെ കരങ്ങൾ. വെറും പാവപ്പെട്ട വീട്ടിൽ ജീവിക്കുക, ഒരു സ്വന്തമായ ഒരു വീട് പോലും ഇല്ല ഇദ്ദേഹത്തിന്. 2 പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. ഈ വ്യക്തി മറ്റൊരാളുടെ ജീവൻ തിരിച്ചു കൊടുപ്പോൾ ഈ കുട്ടിക്ക് ഒരു നല്ല ജീവിതം വേണ്ടേ? പാവപ്പെട്ട എല്ലാവരും ഈ പുള്ളിക്കാരനെ സഹായിക്കണം. കാരണം വാടക വീട്ടിൽ കിടക്കുക, വളരെ ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കാമെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടും. അത്ര ബുദ്ധിമുട്ടിലാണ്. പക്ഷേ ഒരു ജീവൻ രക്ഷിച്ചതാണ്. അപ്പം നമുക്കെല്ലാവർക്കും കൂടി വിജിത്ത് ലാലിനെ രക്ഷിക്കണം. ഈ സമൂഹം മുഴുക്കൻ അതിന് മുന്നോട്ട് വരണം. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നുള്ള രീതിയിൽ എനിക്കിത് കാണുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. ഈ വിജിത്ത് ലാലിനെ നേരിട്ട് കാണണമെന്ന് എനിക്ക് തോന്നി. മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മഞ്ജു വാര്യരെയൊക്കെ കാണണമെന്ന് നമുക്ക് ആഗ്രഹം വരത്തില്ലേ? സിനിമാ നടിയെ കാണണം, സിനിമാ നടനെ കാണണമെന്ന് നമുക്ക് കൊച്ചിലെ ആഗ്രഹമുണ്ട്. അതേപോലെ എനിക്ക് ആഗ്രഹം തോന്നി അവരെ ആരെയും കാണണമെന്നില്ല. വിജിത്ത് ലാലിനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കണമെന്നായിരുന്നു എനിക്ക് തോന്നിയ ആദ്യമായി എനിക്ക് തോന്നിയ ആഗ്രഹം അതാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ തന്നെയാണ്. ആ കൈ ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന രംഗമൊക്കെ ഞാൻ വളരെ
കൂടുതൽ 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 തവണ ആ വീഡിയോ ഇട്ട് പ്ലേ ചെയ്ത് ഞാൻ കണ്ടു. കാരണം എനിക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ ഒരുപക്ഷെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ ചിലപ്പം പേടി കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അന്നേരം ആ മാനസിക നില കൊണ്ടോ പെട്ടെന്ന് കയറി പിടിക്കണമെന്ന് നമുക്കില്ല. ആ പയ്യൻ ഈ വിജിത്ലാൽ പിടിച്ചില്ലാന്നെ തീർച്ചയായിട്ടും ആ കുട്ടി മരണപ്പെടുമായിരുന്നു. സാധാരണ പ്രൈവറ്റ് ബസ് ജീവനക്കാരെ പറ്റി എന്നും കംപ്ലൈൻറ്റ് ചെയ്യണം. കൊച്ചുങ്ങൾക്ക് കൺസെഷൻ കൊടുക്കുന്നില്ല, വണ്ടി നിർത്തുന്നില്ല, പെട്ടെന്ന് ബെല്ലടിക്കുന്നു എന്നോ അവരെ കയറ്റാൻ താമസിക്കുന്നില്ല, കൈപിടിച്ച് കയറ്റുന്ന നിരവധി കംപ്ലൈൻറ്റുകളാണ് സാധാരണ ഞങ്ങൾക്ക് കിട്ടുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഉണ്ടായത്. അത് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ കണ്ടക്ടർമാർക്കും മാതൃകയാവണം വിജിത്ലാൽ. അഭിമാനമാണ്, ഞങ്ങൾക്കും ഒരു അഭിമാനമാണ്, എം ഇ ഡിക്ക് ഒരു അഭിമാനമാണ്. എല്ലാവരും കൂടി സഹായിച്ച് നമുക്ക് വിജിത്ലാലിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. കേരളത്തിലെ കണ്ടക്ടർമാർക്ക് ഇനി അഭിമാനമാണ് വിജിത്ലാൽ. ഒറ്റ നിമിഷം കൊണ്ട് കേരളത്തിലുള്ള എല്ലാ കണ്ടക്ടർമാരുടെയും പേരുദോഷം മാറ്റി. അതാരാ? നമ്മുടെ ഈ കരങ്ങളാണ് അത് മാറ്റിയത്. എത്ര അഭിനന്ദിച്ചാലും നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരുന്ന ഒരു ഇതല്ല, പ്രശംസയല്ല വിജിത്ലാൽ ചെയ്തത്. നമ്മളിങ്ങനെ അറിയപ്പെട്ടത് അതിയായ സന്തോഷമുണ്ട്. വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റില്ലല്ലോ, അതിലുപരി ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷം അത് തന്നെ. അവർക്ക് ഇതുകൊണ്ടൊക്കെ ആദ്യമേ ഭയമായിരുന്നു. കാരണം വെച്ചാൽ ഇത് കാണുമ്പോൾ ഞാൻ ഇത് കയറി പിടിക്കുമ്പോൾ ഞാനിവിടെ എന്തെങ്കിലും അപകടം സംഭവിച്ചാണോ ഇല്ലയോ എന്നത്. പക്ഷേ ഇതിൻ്റെ വാർത്തയും കാര്യങ്ങളും ഇതെല്ലാം വന്നിട്ട് ഞാൻ ഇതുകൊണ്ടൊക്കെ വന്ന് ഇവർ കണ്ട സമയത്തും ഇവർക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? എന്നോട് അങ്ങനെ ചോദിച്ചത്, എങ്ങനെ സാധിച്ചു, എന്താണ് ഇതെങ്ങനെ കൈ കയറി പിടിക്കാൻ പറ്റിയെന്നൊക്കെ എന്നോട് ചോദിച്ചത്. പിരിഞ്ഞു നോക്കാതെ. സത്യത്തിൽ ഇന്നേവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ബസ് ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം അതിനകത്ത് കയറുന്ന പല ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട്. പക്ഷേ അതിലുപരി ഇപ്പോഴാണ് കൂടുതൽ പേര് എന്നെ അറിയപ്പെട്ടത്. ഒരുപാട് പേർക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിയായ സന്തോഷമുണ്ട്. മന്ത്രി ഗണേഷ് കുമാർ സാറ് എന്നെ അഭിനന്ദിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ആദരവാണ് എനിക്ക് കിട്ടിയത്. അതിയായ സന്തോഷമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെല്ലാം എന്നെ ഓരോ ജംഗ്ഷനിലും വഴികളിലും ഭരണിക്കാവിൽ, പന്തളത്ത് അങ്ങനെയുള്ള ഓരോരോ സ്ഥലത്തുകൾ എന്നെ ആദരിച്ചായിരുന്നു. മൊമെൻ്റം തന്നായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇത് അമ്മയുടെ പേര് ലളിത, ഇത് എൻ്റെ വൈഫ് രേഷ്മ, ഇത് മോന് അഥർവ്, ഇത് മോള് അനാമിക. മോള് ഇപ്പം 7th സ്റ്റാൻഡേർഡാണ്. പിന്നെ മോന് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. വൈറൽ വീഡിയോ ഞാനും കണ്ടതാണ്. അത് തീർച്ചയായും മറ്റുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ പൗര സമൂഹത്തിന് ഒരു മാതൃകയാകുമെന്നുള്ള ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും വിജിത്ലാലിന്. ഓക്കെ. ഈ പാവപ്പെട്ട നമ്മുടെ ഈ ഒരു കണ്ടക്ടർ ചേട്ടൻ ഈ ഒരു വാടക വീട്ടിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് വാടകയ്ക്കാണ് ഈ പാവപ്പെട്ടവൻ താമസിക്കുന്നത്. കൊല്ലം മൺട്രത്തുരുത്താണ് സ്വന്തം സ്ഥലം. നമുക്കറിയാം അവിടെ വീട് വെച്ച് താമസിക്കാനൊന്നും പറ്റത്തില്ല, വെള്ളമൊക്കെ കയറുന്നൊരു പ്രദേശമാണ്. അങ്ങനെ ഇവിടെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നത്. ലൈഫിൽ വീടുണ്ടെന്ന് പറയുന്നു, കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ എല്ലാം നടക്കും, എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഏതെങ്കിലും നല്ല മനുഷ്യരെ കാണുന്നുണ്ടായിരിക്കും. ഉറപ്പായിട്ടും ചിലപ്പം നല്ല മനുഷ്യരൊക്കെ നിങ്ങളെ തേടിയെത്തും. അതൊക്കെ നടക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു.